ഞാൻ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുതിർക്കാൻ വെക്കാം. ഒരു 15 മിനിറ്റോളം ഓട്സ് ഒന്ന് കുതിരാൻ വെക്കാം. അടുത്തായി ഞാൻ ഒരു 5 കാഷ്യൂ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 ബദാം എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇതിന് പുറമെ നമുക്ക് പീനട്ടും വാൾനട്ടും ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നട്ട്സുകളിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഹെൽത്തി ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം തന്നെ നമുക്ക് ഇത് സോക്ക് ചെയ്ത് വെക്കാം. അടുത്തായി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ച ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓട്സിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഹൈ പ്രോട്ടീനും ഫൈബറും എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്സ് നല്ലൊരു ഹെൽത്തി ഫുഡ് കൂടിയാണ്. ഇനി ഞാനിതിലേക്ക് ഒരു 3 ഈന്തപ്പഴം അഥവാ ഡേറ്റ്സ് കുരു കളഞ്ഞത് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് അത്യാവശ്യം നല്ല കലോറിയുള്ള ഫുഡ് തന്നെയാണ്. പിന്നെ ഇതൊരു നാച്ചുറൽ സ്വീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച നമ്മുടെ കാഷ്യൂം ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തായി ഞാനിതിലേക്ക് ഒരു ആപ്പിൾ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. റോബസ്റ്റ, മാംഗോ, സ്ട്രോബെറി, പപ്പായ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ആപ്പിളാണ് ചേർത്തിരിക്കുന്നത്. അടുത്തായി ഞാനിതിലേക്ക് ഒരു സിന്നമൺ സ്റ്റിക്ക് കറുവാപ്പട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമുക്കിതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഏലക്ക അങ്ങനെ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അടുത്തായി നമുക്ക് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ചിയ സീഡ്സിന് പകരം നമുക്ക് ഫ്ലാക്സ് സീഡും ഉപയോഗിക്കാവുന്നതാണ്. ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡും ഫൈബറും മിനറൽസും അടങ്ങിയതാണ്. ഇത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന കടയിലും പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭ്യമാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പുളി കുറഞ്ഞ തൈര് ചേർക്കാം. തൈരിന് പകരമായി നിങ്ങൾക്ക് യോഗർട്ടോ പാലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ് ബേസ്ഡ് മിൽക്ക്, അതായത് സോയ മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്ക് അതല്ലെങ്കിൽ വെള്ളമോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പത്തിനായി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും മിൽക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം ഒഴിക്കുന്നതിന് പകരം അതൊരു 1/4 കപ്പ് ഒഴിച്ചാൽ മതിയാവും. മധുരം കൂടുതൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ തേൻ കൂടി ചേർക്കാം. ഇനി തേൻ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുത്താലും മതിയാവും. ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതിനാൽ തന്നെ നമുക്ക് പഞ്ചസാര കംപ്ലീറ്റ് ഒഴിവാക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്ത സ്മൂത്തി നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇത് ഓരോ പ്രാവശ്യം തയ്യാറാക്കുമ്പോഴും ഓരോ തരത്തിൽ ചെയ്ത് നോക്കുക. അതായത് ഫ്രൂട്ടായിട്ട് നമ്മളിവിടെ ചേർത്തത് ആപ്പിളാണ്, അതിന് പകരം മറ്റേതെങ്കിലും ഫ്രൂട്ട് ചേർക്കുക. കാഷ്യൂ നട്ട്സിന് പകരം ബദാമിനൊക്കെ പകരം നമുക്ക് മറ്റേതെങ്കിലും നട്ട്സ് ചേർക്കുക. ഇനി ഭാരം കുറയ്ക്കാൻ തയ്യാറായുള്ളവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും തിരക്കുള്ളവർക്കൊക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി കൂടിയാണിത്. നല്ല ന്യൂട്രീഷ്യസ് ധാരാളം അടങ്ങിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടമാവും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.